അങ്ങനെ 2025 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല കിടിലം പടങ്ങൾ ഈ മാസം വരുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന കുറേയധികം സിനിമകൾ ഞാൻ നോക്കുമ്പോൾ 7-8 എണ്ണം എങ്ങാണ്ടുണ്ട്. സോ 2025 തുടക്കം തന്നെ നന്നാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ജനുവരിയിൽ റിലീസാകാൻ പോകുന്ന 30+ സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ് തുടങ്ങിയവർ അഭിനയിച്ച മലയാളം ആക്ഷൻ ക്രൈം ത്രില്ലർ ഐഡന്റിറ്റി ജനുവരി 2-ന്, അതായത് നാളെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഈ മാസത്തെ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. ട്രെയിലറൊക്കെ ഒരു ഹോളിവുഡ് ലെവൽ തന്നെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഫോറൻസിക്കിന് ശേഷം അഖിൽ പോൾ, അനസ് ഖാൻ കൂട്ടുകെട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മ്യൂസിക് ജേക്സ് ബിജോയ്. എനിവേ നാളെ കണ്ടറിയാം. നെക്സ്റ്റ് ധ്യാൻ ശ്രീനിവാസന്റെ ത്രില്ലർ പടം ID ദ ഫേക്ക്. ഇത് ജനുവരി 3-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ബച്ച അഥവാ അപ്പ എന്നൊരു മലയാളം പടവും 3-ാം തീയതി ഇറങ്ങുന്നുണ്ട്. സോണിക് ദ ഹെഡ്ജ്ഹോഗ് 3 ഇത് കഴിഞ്ഞ മാസം യുഎസിൽ ഇറങ്ങിയായിരുന്നു. ഇന്ത്യയിൽ ഇത് 3-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. സീസോ എന്നൊരു തമിഴ് ത്രില്ലറും 3-ാം തീയതി റിലീസ് ആകും. നെക്സ്റ്റ് ആസിഫ് അലിയുടെ ക്രൈം ത്രില്ലർ രേഖാചിത്രം. ഇത് ജനുവരി 9-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇതും ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സരിൻ ഷിഹാബ്, സിദ്ദിഖ്, ജഗദീഷ് അങ്ങനെ വലിയൊരു താരനിര പടത്തിലുണ്ട്. ദ പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ഇതിന്റെ മ്യൂസിക് മുജീദാണ് നിർവഹിച്ചിട്ടുള്ളത്. അടുത്തത് മലയാളം ഫാന്റസി കോമഡി ഡ്രാമ എന്ന് സ്വന്തം പുണ്യാളൻ. ഇത് ജനുവരി 10-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ്, അൽതാഫ് സലീം തുടങ്ങിയവരാണ് പടത്തിലുള്ളത്. മഹേഷ് മധുവാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ നൊസ്ഫെറാട്ടു. ഇത് ജനുവരി 10-ന് തിയേറ്ററുകളിൽ റിലീസ് ആകുന്നുണ്ട്. കഴിഞ്ഞ മാസം അമേരിക്കയിലൊക്കെ റിലീസ് ആയതാണ്. അവിടെ ക്രിട്ടിക്സിന്റെ ഒക്കെ ഗംഭീര റെസ്പോൺസ് കിട്ടിയ പടമാണ്. സോ ഞാൻ ഈ പടത്തിന് വേണ്ടിയും സത്യത്തിൽ കട്ട വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് ശങ്കർ സംവിധാനം ചെയ്ത് രാം ചരൺ തേജ നായകനായിട്ട് വരുന്ന ഗെയിം ചേഞ്ചർ. ഇതും ജനുവരി 10-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കിയാറ അഡ്വാനി, ജയറാം, SJ സൂര്യ അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ പടത്തിലുണ്ട്. ഇതിന്റെ മ്യൂസിക് തമ്മനാണ്. ഇന്ത്യൻ 2-ന് ശേഷം വരുന്ന ശങ്കറിന്റെ പടമാണ്. കാർത്തിക് സുബ്ബരായന്റെ കഥയാണ് എന്നതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബീയിങ് ഫ്രാങ്ക് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത സിനിമയാണ്. ഒത്താൽ ഒത്തു എന്ന് വേണമെങ്കിൽ പറയാം. ബാല അരുൺ വിജയ് ടീമിന്റെ വനങ്കനും 10-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. നമിത ബൈജു, റോഷ്നി പ്രകാശ്, കൃതി ഷെട്ടി, മിഷ്കിൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. സോനു സൂദ് നായകനാകുന്ന ഹിന്ദി ആക്ഷൻ ത്രില്ലർ ഫത്തേ 10-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ആഞ്ചലീന ജോലി നായികയാകുന്ന മരിയ എന്ന ബയോപിക്കും 10-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് വാറന്റ് എന്ന ഹിന്ദി പ്രസൻ ഡ്രാമയും 10-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകും. നെക്സ്റ്റ് ബാലയ്യ, ബോബി ഡിയോൾ ടീം ഒന്നിക്കുന്ന ഡാക്കു മഹാരാജ് ആണ്. ഇത് 12-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. ത്രില്ലർ സീരീസ് പബ്ലിക് ഡിസോർഡർ 15-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. നെക്സ്റ്റ് ഈ മാസത്തെ മറ്റൊരു വലിയ പ്രതീക്ഷയായ പ്രാവിൻ കൂട് ഷാപ്പ്. ഇത് ജനുവരി 16-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആകുന്നുണ്ട്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദിനി തുടങ്ങിയവരാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ട്രെയിലറൊക്കെ കിടുവായിരുന്നു. ഒരു ഡാർക്ക് കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് എന്നാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്നത്. എനിവേ ഐ ആം really waiting for this. ദ കാലണ്ടർ കില്ലർ എന്ന ജർമ്മൻ ക്രൈം ത്രില്ലർ പടം പ്രൈം വീഡിയോയിൽ ജനുവരി 16-ന് റിലീസ് ആവുന്നുണ്ട്. ഹോളിവുഡ് ഹൊറർ ചിത്രം വൂൾഫ് മാൻ ജനുവരി 17-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. ത്രില്ലർ സീരീസ് ആയ സെവറൻസ് സീസൺ 2 ആപ്പിൾ TV പ്ലസിൽ ജനുവരി 17-ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. സീസൺ 1 കിടിലനായിരുന്നു. ഇതും ഈ മാസത്തെ പ്രതീക്ഷയുള്ള ഒരു റിലീസാണ്. പ്രസൻസ് എന്ന ഹോളിവുഡ് ഹൊറർ പടവും 17-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. പാഡിംഗ്ടൺ ഇൻ പെറു എന്ന ആനിമേഷൻ അഡ്വഞ്ചർ ഫിലിം 17-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അജയ് ദേവന്റെ ആക്ഷൻ ഡ്രാമ ആസാദും 17-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. 17-ാം തീയതി തന്നെ നെറ്റ്ഫ്ലിക്സിൽ ബാക്ക് ഇൻ ആക്ഷൻ എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ റിലീസ് ആവുന്നുണ്ട്. ഹിന്ദി ത്രില്ലർ സീരീസ് പാതാൾ ലോകിന്റെ സീസൺ 2 17-ാം തീയതി ആമസോൺ പ്രൈമിൽ റിലീസ് ആകും. നെക്സ്റ്റ് പ്രൈം ടാർഗറ്റ് ഒരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ആണിത്. ജനുവരി 22-ന് ആപ്പിൾ TV പ്ലസിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇത് ജനുവരി 23-ന് റിലീസ് ആവുന്നുണ്ട്. ഇന്ന് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നാണ് തോന്നുന്നത്. ഗൗതം വാസുദേവ് മേനോനാണ് പടത്തിന്റെ ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ളത്. പുള്ളി മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ്. ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖ് അങ്ങനെ വലിയൊരു താരനിര പടത്തിലുണ്ട്. ഈ മാസത്തെ മറ്റൊരു വലിയ പ്രതീക്ഷയുള്ള സിനിമയാണിത്. അപ്പോൾ കട്ട വെയിറ്റിംഗ് ഫോർ ദിസ്. അതുപോലെ ദ നൈറ്റ് ഏജന്റ് സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 23-ന് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് റിസ്ക് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ജനുവരി 24-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. അക്ഷയ് കുമാറിന്റെ സ്കൈ ഫോഴ്സ് എന്ന ഹിന്ദി ആക്ഷൻ പടവും 24-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സ്പൈഡർമാൻ യൂണിവേഴ്സിലുള്ള യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന ആനിമേറ്റഡ് സീരീസ് ആണ്. ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ജനുവരി 29-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. നെക്സ്റ്റ് നമ്മുടെ ലാലേട്ടനും ശോഭനയും 15 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന തുടരും. ഇത് ജനുവരി 30-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക തുടങ്ങിയ സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പടമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് ഈ ടീം ഒന്നിക്കുന്നു എന്നുള്ളത്. ഇപ്പം ജോഡിയായിട്ട് ലാസ്റ്റ് ശോഭനയും മോഹൻലാലും അഭിനയിച്ചത് 2004-ൽ ഇറങ്ങിയ മാമ്പഴക്കാലത്തിലാണ്. 2009-ൽ സാഗർ ഇലിയാസ് ജാക്കിയിൽ ശോഭന ഉണ്ടായിരുന്നു. ബട്ട് ലാലേട്ടന്റെ പേരല്ലായിരുന്നു. ഒരു ഫാമിലി ക്രൈം ഡ്രാമയാണ് ഈ സിനിമ എന്നാണ് തോന്നുന്നത്. ഫർഹാൻ
ഫാസിൽ, ബിനു പപ്പു, തോമസ് മാത്യു തുടങ്ങിയവരും പടത്തിലുണ്ട്. ജേക്സ് ബിജോയുടെയാണ് മ്യൂസിക്. ഈ മാസത്തെ വലിയ പ്രതീക്ഷയുള്ള മറ്റൊരു വലിയ സിനിമയാണിത്. ലെറ്റ് us see. നെക്സ്റ്റ്, ഷാഹിദ് കപൂറിന്റെ ആക്ഷൻ ത്രില്ലർ ദേവ. ഇത് 31-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ജീവയുടെ ഫാന്റസി ആക്ഷൻ പടം അഗത്തിയായും 31-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. അപ്പോൾ ഇത്രയുമാണ് ജനുവരി മാസം തിയേറ്ററുകളിലും OTT-ലും ഒക്കെ റിലീസ് ആകുന്ന സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമയ്ക്ക് അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും സിനിമയോ സീരീസോ ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ശരിയെന്നാണ്.